ഹായ്, നമുക്കിന്ന് സദാനന്ദൻ്റെ സമയം സിനിമയിലെ സതുവേട്ടൻ്റെ സുമോടെ ഈ ഒരു ലുക്ക് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റിലെ ഞാൻ പറയാം കേട്ടോ, ഞാൻ കാവ്യമാധവനാവാൻ നോക്കുമൊന്നുമല്ല. അവരുടെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, അത്ര തന്നെ. ആദ്യം തന്നെ ഓറഞ്ച് കളർ കൺസീലർ എടുത്തിട്ട് ഡാർക്ക് സർക്കിൾസ് ഉള്ള ഭാഗമൊക്കെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൺസീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കൺസീലർ ചൂസ് ചെയ്യുമ്പം എപ്പോഴും നിങ്ങളുടെ കറക്റ്റ് എക്സാക്റ്റ് ആ ഒരു ഷെയ്ഡ് എടുക്കരുത്. അതിനേക്കാട്ടിലും കുറച്ച് ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് വേണം കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നേരത്തെ ഐബ്രോ ഫില്ല് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലെ സെയിം മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ കൺമഷി കൊണ്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. വീഡിയോ എടുക്കാനും സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ്. പിന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ മേക്കപ്പ് സ്പഞ്ച് യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് പതുക്കെ വേണം ഇളക്കിയെടുക്കാൻ. ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. കാര്യം ഞാനിത് ഇത്രയും ലോങ് ആയിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾക്ക് കണ്ടു ബോറടിക്കുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡിലാക്കുന്നുണ്ട് വീഡിയോസൊക്കെ. പിന്നെ ഞാൻ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ടാൽക്കൻ പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കോമ്പാക്റ്റിനെയൊക്കെക്കാട്ടിലും എനിക്കിതാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഞാൻ ചൂസ് ചെയ്ത കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്, അത് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഒന്ന് പോൺസ്, പിന്നെ നമ്മുടെ ഹിമാലയയുടെ ബേബി പൗഡർ. ബാക്കിയൊന്നും എനിക്ക് ഭയങ്കര സെറ്റാവാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ചില പ്രൊഡക്ട്സ് കാണുമല്ലോ നമുക്ക് പ്രിയപ്പെട്ടതായിട്ട്. കുറച്ച് ആദ്യം ഞാൻ ഐബ്രോയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫേസിലൊക്കെ കഴുത്തിലുമൊക്കെ പൗഡർ അപ്ലൈ ചെയ്തിട്ട് ഐബ്രോസിലെ പൗഡർ റിമൂവ് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ കൈ ഇട്ട് തിരുമരുത്. നമുക്ക് ഈ ഒന്നെങ്കിൽ ഇതുപോലത്തെ ബ്രഷ് നമ്മൾ സെറ്റ് മേടിക്കുമ്പോൾ വാങ്ങാൻ കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ ഈ ലാഷസ് ഫില്ല് ചെയ്യുന്ന മസ്കാരയില്ലേ, അതിൻ്റെ ഒരു ഇതുപോലത്തെ അടപ്പൊന്ന് കഴുകി എടുത്ത് വെച്ചാൽ മതി. അത് വെച്ചിട്ട് ഇങ്ങനെ കോംബ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അകത്തിരിക്കുന്ന ആ ഒരു ബ്രൈറ്റ്നസ് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പൗഡർ അവിടെ സെറ്റ് ആകുകയും ചെയ്യും. പെട്ടെന്നൊന്ന് തിരുമിയാലോ തൂത്താലോ അല്ലെങ്കിൽ ഒന്ന് നനഞ്ഞാൽ പോലും അത് പെട്ടെന്ന് പോവാത്ത രീതിയിൽ അത് സെറ്റായിട്ടിരിക്കും. പിന്നെ നമുക്ക് ഐബ്രോ പാലറ്റ്സിൽ നിന്ന് ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ആദ്യം അതിൻ്റെ ക്രീസ് ലൈനൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ഡാർക്കാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. പിന്നെ അതിൻ്റെ മേളിലിരിക്കുന്നതൊക്കെ ഞാൻ വരച്ച പെയിൻറ്റിങ്സാണ് കേട്ടോ. എന്താണെന്നറിയത്തില്ല, എൻ്റെ കൊച്ചുങ്ങൾ എൻ്റെ പെയിൻറ്റിങ്സ് കണ്ട വലിച്ചു കീറും ഗൈസ്. അതുകൊണ്ട് അലമാരിയുടെ പുറത്ത് വെച്ചേക്കുകയാണ് കേട്ടോ. അത് എൻ്റെ കലാബോധം കൊണ്ടാണോ അതോ പിള്ളേരുടെ കലാബോധം കൊണ്ടാണോ എന്നറിയത്തില്ല, അവന്മാർക്കത് ഇഷ്ടമല്ല. പിന്നെ ഞാനൊരു റോസ് കളർ ഐ ഷാഡോ എടുത്തിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ ഐ ഷാഡോ ഒത്തിരി ഇടുന്നതല്ല, ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ഒത്തിരി അങ്ങ് വാരി തേച്ചിടുന്നതല്ല, ആരും അറിയാത്ത പോലെ നമുക്ക് ഇട്ടിട്ടുണ്ടെന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ. പക്ഷേ ഒരുപാട് അങ്ങ് പുട്ടിയായ പോലെ ഇരിക്കുകയും ചെയ്യരുത്. പിന്നെ ഞാനൊരു ഗ്ലിറ്റർ ഷെയ്ഡ് അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഐബ്രോസിൻ്റെ ആ ഒരു അടിഭാഗത്തും മൂക്കിൻ്റെ പാലത്തും മൂക്കിൻ്റെ തുമ്പത്തും മേൽച്ചുണ്ടിൽ മാത്രം. ഇത്രയും ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫേസ് കുറച്ച് നീണ്ടിരിക്കുന്ന പോലെ തോന്നും. കാരണം എൻ്റെ ഫേസ് നല്ല ഉരുണ്ട ഫേസാണ്. അപ്പോൾ എനിക്കതിൻ്റെ ഒരു വൃത്തികേട് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളൊരു ഐ പെൻസിൽ എടുത്തിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. ഇത് ഡാസ്ലറിൻ്റെ ആണ് കേട്ടോ. ഇതെവിടെയോ ഞാൻ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. എവിടെ പോയപ്പോഴാണെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഞാൻ നോർമലി കണ്ണടിയൊന്നും എഴുതി കൊടുക്കാറില്ല. എപ്പോഴും ഞാൻ കണ്ണിൻ്റെ മണ്ട മാത്രമേ എഴുതാറുള്ളൂ. പക്ഷേ ഇനി നമ്മളൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് പെർഫെക്റ്റായിട്ട് വരണമല്ലോ, അതുകൊണ്ട്. പിന്നെ നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം. ഇന്ന് വിങ്സ് ഒന്നും ഇല്ല കേട്ടോ. കാര്യം ഞാൻ അവരുടെ ആ ലുക്കിൽ അവർ ഇങ്ങനെ വിങ്സ് ഇട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുമില്ല. എന്തായാലും ഞാൻ ഇതൊന്ന് എഴുതിയെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കെന്തായാലും അടി എഴുതിയതിനോട് അത്രയ്ക്കൊരു രസമൊന്നും തോന്നിയിട്ടില്ല. എന്നാലും പിന്നെ നമുക്ക് കണ്ണുകൾ പീലികൾ വിടർന്നിരിക്കാൻ വേണ്ടിയിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. 2 കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് ലിപ് ലൈനർ. ഇതെനിക്കൊരു നല്ല ടാസ്ക്കായിട്ടാണ് തോന്നിയത്. കാരണം എൻ്റെ ലിപ് ലൈനർ നല്ല ലൈറ്റർ ഷെയ്ഡായിരുന്നു. ഈ കാവ്യമാധവൻ്റെ എല്ലാ ലുക്കിലും അവരുടെ ലിപ് ലൈനർ നല്ല ഡാർക്കായിരിക്കും. ആദ്യമേ എനിക്കറിയാമായിരുന്നു ഇത് പാളുമെന്ന്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒത്തു, പാളിപ്പോയി ഗൈസ്. പിന്നെ നമുക്കൊരു ഡാർക്ക് കളർ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ലിപ് ലൈനറിന് പകരം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതെനിക്ക് ഏകദേശം ഒന്ന് റെഡിയായി, കുറച്ചൊന്ന് ഡാർക്കായി. പിന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് സെറ്റായി വന്ന പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. സെൻറ്റർ പാർട്ടീഷനാണ് എടുക്കുന്നത്. ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമേ ഇങ്ങനെ സെൻറ്ററിൽ കൂടെ വകുപ്പിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാറുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. പിന്നെ ഇതുപോലെ ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നടുക്കൂടെ വകുപ്പെടുക്കുന്നു. 2 സൈഡിൽ നിന്നും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പിടിച്ചൊരു സ്ലൈഡ് ഇട്ട് കൊടുക്കുന്നു. അത്രയേ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ഭയങ്കര ലോങ് ഹെയർ അല്ലാത്തത് കൊണ്ട് തുമ്പത്ത് കെട്ടേണ്ട ഒന്നും അവസ്ഥ വന്നില്ല. പിന്നെ ഈ ഒരു കമ്മലാണ് ഇട്ട് കൊടുക്കുന്നത്. അവരതിനകത്ത് ഒരു റിങ്ങിൻ്റെ കമ്മലാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ എനിക്കതില്ല. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, ആ സിനിമയിൽ ആദ്യം അവരുടെ മാരേജ് കഴിയുന്നൊരു സമയത്തെ ആ ഒരു ഇതിലൊക്കെ അവർ ജിമിക്കാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജിമിക്കിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കമ്മലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് പൊട്ടിയത്
തൊടാം. ആദ്യം ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ വട്ടത്തി വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഡാർക്ക് ആകാൻ വേണ്ടിയിട്ട് എൻ്റെ സിന്ദൂരം വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉച്ചി സിന്ദൂരം തൊട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. പക്ഷേ ഇങ്ങനെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു മഞ്ഞക്കുറി ഇതുകൂടെ വരുമ്പോഴേ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആകത്തുള്ളൂ. കറക്റ്റ് കാവ്യമാധവനൊന്നും ആയില്ലെങ്കിലും എനിക്ക് അവരുടെ പോലൊന്ന് ഒരുങ്ങാൻ പറ്റി. അത്രേ ഞാനും ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.